വെള്ളാനകളുടെ നാട് പരമ്പരയിൽ ദാസനും വിജയനും ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പടിയൂർ പഞ്ചായത്തിലാണ്. പടിയൂർ പഞ്ചായത്തിലെ പടിയൂർ ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുന്ന നമ്മുടെ പടിയൂരിൻ്റെ സ്വന്തം ഷംസുക്കയാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം കഴിഞ്ഞ 5 വർഷം പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു. അപ്പോൾ നിലവിലെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ പടിയൂർ ഡിവിഷനിൽ നിന്ന് ഇരിക്കൂർ ബ്ലോക്കിലേക്കാണ് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി പോകുന്നത്, ജനവിധി തേടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ദാസനും വിജയനും എത്തിയിരിക്കുന്നത്. അപ്പോൾ വിജയ, നമ്മുടെ പടിയൂരിൻ്റെ സ്വന്തം ഷംസുക്ക, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ആദ്യം തന്നെ ഓൾ ദി ബെസ്റ്റ്, എല്ലാം ഭംഗിയായി നടക്കട്ടെ. കഴിഞ്ഞ 5 വർഷം പടിയൂരിൻ്റെ ഭരണം, പടിയൂർ പഞ്ചായത്തിൻ്റെ ഭരണം സാറിൻ്റെ കരങ്ങളിൽ ഭദ്രമായിരുന്നു എന്നാണ് ഇവിടുത്തെ ജനങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോൾ ബ്ലോക്കിലേക്ക് ജനവിധി തേടാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ഇലക്ഷൻ പ്രചരണവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നോമിനേഷൻ സ്ക്രൂട്ടിനി ഇന്നലെ കൊണ്ട് അവസാനിച്ചു. ഇനിയിപ്പം ഏതാണ്ട് സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളിലേക്കും പൂർത്തിയായി കഴിഞ്ഞു. പടിയൂർ ഡിവിഷനിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷം 2000 രൂപീകരിച്ചതിന് ശേഷം 25 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നത്. ഇപ്രാവശ്യവും ജനങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ഭരണസമിതി അധികാരത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ 5 വർഷത്തെ നമ്മുടെ സാറിൻ്റെ ഒരു പടിയൂർ പഞ്ചായത്തിന് വേണ്ടി ഉള്ള ഭരണവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ആദ്യത്തെ മത്സരമായിരുന്നു. എൻ്റെ പൊതുപ്രവർത്തനത്തിനിടയിലുള്ള ആദ്യത്തെ മത്സരമായിരുന്നു. കന്യാംഗമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അവിടെ വിജയിച്ചു. LDF ഭരണസമിതി രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ പ്രസിഡൻ്റായി നിയോഗിക്കപ്പെട്ടു. അതിനുശേഷം 5 വർഷക്കാലം പൂർണ്ണമായും ഭരണസമിതി ആകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമാണ് ഈ 5 കൊല്ലം കൊണ്ട് നമുക്ക് ഉള്ളത്. സാറിൻ്റെ ഈ പൊതുപ്രവർത്തനത്തിലേക്ക് വന്ന ആ ഒരു കാലഘട്ടം ഒന്ന് ഓർമ്മിക്കാൻ കഴിയുമോ? ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രീ ഡിഗ്രി പഠിക്കുന്ന സന്ദർഭത്തിലാണ് SFIയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് വരുന്നത്. അപ്പം വിദ്യാർത്ഥി സംഘടനാ രംഗത്തുകൂടി വന്നു. പിന്നെ ഡിഗ്രി തലത്തിൽ പഠിക്കുമ്പോൾ യൂണിറ്റ് സെക്രട്ടറിയായി. ഡിഗ്രി ഫൈനൽ ഇയർ ആകുമ്പോൾ ഇരിട്ടി ഏരിയ സെക്രട്ടറിയായി, SFIയുടെ ഏരിയ സെക്രട്ടറിയായി. പിന്നീട് SFIയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റായി. അതിനെ തുടർന്ന് യുവജന രംഗത്തും പിന്നീട് വളരെ ചെറുപ്പത്തിൽ തന്നെ CPIMൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ പടിയൂരിൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചുകൊണ്ടാണ് പിന്നീട് മുന്നോട്ട് പോയത്. അതാണ് എൻ്റെ സംഘടനാ പ്രവർത്തന രംഗത്ത് വരവ് എന്ന് പറയുന്നത്. വിദ്യാർത്ഥി സംഘടനയിൽ ഓരോ പടി മുമ്പോട്ടാണ് പോകുന്നത്. അത് പഞ്ചായത്ത് കഴിഞ്ഞു, ഇപ്പം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ്. അടുത്ത പഞ്ചായത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ്. ഓരോ പടിയും അങ്ങനെ മുമ്പോട്ട് കയറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ദാസ, എങ്ങനെ അപ്പോൾ ഷംസുക്ക, ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ ഇവിടുത്തെ പടിയൂരിലെ ജനങ്ങളോട് ചോദിക്കുമ്പോൾ ഷംസുക്ക എന്നാണ് വിളിക്കുക അല്ലേ? എല്ലാവരും ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഇലക്ഷൻ പ്രചരണവുമായി പോകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ വോട്ടർമാരുടെയും ജനങ്ങളുടെയും ഒക്കെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ? നല്ല പിന്തുണയാണ് ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞ പോലെ ഈ നാടുമായി ഇഴുകിച്ചേർന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ കാര്യങ്ങൾ, അത് ഗുണമായാലും ദോഷമായാലും അവരോടൊപ്പം അവരിൽ ഒരാളായി നിൽക്കുന്നതുകൊണ്ട് തന്നെ അവരെല്ലാ കാലത്തും എന്നോട് നല്ലൊരു സമീപനമാണ് സ്വീകരിക്കാറുള്ളത്. പൊതുവെ ഞാനും തിരിച്ച് അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു അധികാര പ്രയോഗം എൻ്റെ ഒരു സംഘടനാ പ്രവർത്തനം ഞാൻ സ്വീകരിക്കാറില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു പിന്തുണ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ ഊർജ്ജവും. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഇന്നയാൾ അല്ലെങ്കിൽ ഇന്നയാൾ എനിക്ക് ഇന്ന കാര്യം ചെയ്തു തന്നിരുന്നു, അല്ലെങ്കിൽ ഇന്ന നിലയിൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു അത് കേൾക്കുമ്പോൾ ഒരു ഊർജ്ജമാണ്. ആ ഊർജ്ജം തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഞാനും വിളിക്കട്ടെ ഷംസുക്ക. ഇപ്പോൾ നമ്മുടെ അവിടെ പഞ്ചായത്ത് ലെവൽ കഴിഞ്ഞു അടുത്ത് ബ്ലോക്കിലോട്ട് പോവുകയാണ്. ബ്ലോക്കിൽ പോകുമ്പോൾ കുറച്ചും കൂടെ വൈഡാണ് ഏരിയ. സാറിൻ്റെ ആ പ്രവർത്തന പരിധി കുറച്ചും കൂടെ വൈഡാണ്. ഈ ബ്ലോക്കിനും പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും നടുവിലുള്ള ത്രിതല പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്തിനും പഞ്ചായത്തിനും നടുവിലുള്ള ഒരു പ്രവർത്തന സംവിധാനമാണ് ബ്ലോക്ക് പഞ്ചായത്ത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പടിയൂർ ഡിവിഷനിലെ ജനങ്ങൾക്കായി മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്നൊന്ന് പറയാൻ പറ്റുമോ? നമ്മളെ കഴിഞ്ഞ 15 വർഷക്കാലത്തെ പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ അത് വികസനത്തിൻ്റെ ഒരു ചരിത്രം മാത്രമാണ്. നമ്മൾ ഏത് മേഖലയിൽ നോക്കിയാൽ ഇപ്പം 2000 രൂപീകരിക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പഞ്ചായത്ത് കേന്ദ്രം മാത്രമാണ് പടിയൂരിലുണ്ടായിരുന്നത്. സ്വന്തമായി കെട്ടിടം പോലും നല്ലൊരു കെട്ടിടം പോലും ഉണ്ടായിരുന്നില്ല, ഘടക സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ശ്രീ ഇ.പി. ജയരാജൻ മന്ത്രിയും MLA-യുമായി 10 വർഷം ഇവിടെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ ശൈല ടീച്ചർ രാജ്യത്തിലെ തന്നെ അറിയപ്പെടുന്ന വൻകിട പദ്ധതികൾ ഇപ്പം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കൂടിയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം, പഴശ്ശി സാഗർ ജലവൈദ്യുത പദ്ധതി, അതുപോലെ ടൂറിസം പോയിന്റുകൾ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആരാലും അറിയപ്പെടാതെ ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു പ്രദേശത്തെ ഒരു ആധുനിക നിലവാരത്തിലുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിപ്പിക്കുന്നു. നമ്മുടെ റോഡുകൾ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നല്ല നിലവാരത്തിൽ നമ്മൾ പണിയുന്നു. കിൻഫ്രയ്ക്ക് വേണ്ടി 700 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നു. അപ്പോൾ പടിയൂർ കിൻഫ്രയുടെ സാധ്യത എന്താണ്? അതാണ് പലയാളും ആ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ചോദിച്ചത്. പക്ഷെ കേരളത്തിൽ തന്നെ ഇത്രമാത്രം ഒരു ഭാഗം ജലസമ്പുഷ്ടമായ ഒരു ഭൂമി കിൻഫ്രയുടെ കയ്യിൽ വേറില്ല. അതാണ് ഈ ഭൂമിയുടെ പ്രത്യേകത. പുല്ലൂർ ഡാം മുതൽ നമ്മുടെ പൂവം വരെയുള്ള ഭൂപ്രദേശത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും 365 ദിവസവും പൂർണ്ണമായും വെള്ളം ലഭിക്കുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ ഈ 700 ഏക്കർ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുന്നു. ITI നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പിന്തുണ നൽകുന്ന ഒരു സ്ഥാപനമാണ്. ഇങ്ങനെ വൻകിട സ്ഥാപനങ്ങൾ നമ്മൾ ഗ്രാമപഞ്ചായത്തിലേക്ക് വരുന്നു. ഗവൺമെൻറ് നിക്ഷേപം വലിയ തോതിൽ കോടിക്കണക്കിന് രൂപ. ഇപ്പം നമ്മുടെ മലയോര മേഖലയിലെയും കണ്ണൂർ ജില്ലയിലെയും തന്നെ എല്ലാ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും കുടിവെള്ളം കൊടുക്കുന്ന വൻകിട പദ്ധതിയാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 900 കോടി രൂപയുടെ പദ്ധതിയാണ്. അതിൽ 34 കോടിയുടെ പദ്ധതിയാണ് ഇപ്പം അവർ ഫസ്റ്റ് ഫേസ് എന്നുള്ള നിലയിൽ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ തോതിൽ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറ്റാത്ത, നിങ്ങൾ രണ്ടുപേരും ദാസനും വിജയനും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ആ പുതിയ അവസരനോട് നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങൾ ഓർമ്മിച്ചെടുത്താൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു മുന്നേറ്റമാണ് ഈ പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ ഈ നാട്ടിലുണ്ടാകുന്നത്. ദാസന്റെയും വിജയന്റെയും ഈ ഒരു പരമ്പരയുടെ ലക്ഷ്യം തന്നെ അതാണ്. ഞങ്ങൾ ഇന്ന് സംസാരിച്ച് പോവുകയല്ല, നാളെ ഇതേ സ്ഥാനത്ത് സാറിന് കഴിഞ്ഞും ഞങ്ങൾക്ക് ഇതേ ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അതാണ് ഞങ്ങളുടെ ഈ പരമ്പരയുടെ ലക്ഷ്യം. എല്ലാവരും വിചാരിക്കും ദാസൻ ഈ വെള്ളാനകളുടെ നാട് എന്നുള്ള പരമ്പരയുടെ ലക്ഷ്യം എന്താണ്. പക്ഷെ ഞങ്ങൾ ഇന്നിട്ടിട്ട് പോകുന്ന ആ ഒരു വിത്ത് അത് ശേഷവും ഞങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ത്രെഡുകളാണ് ഞങ്ങൾ. വളരെ നല്ലതാണ്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കാൻ ആളുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കുറച്ചും കൂടി ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ്, താല്പര്യമാണ്. നിങ്ങൾ ആരും ഒന്നും ചോദിക്കുന്നില്ല എങ്കിൽ നമ്മളൊന്നും ചെയ്യൂല. വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഉണ്ടാവില്ല. ഇപ്പം മനുഷ്യൻ ആവിർഭവിച്ച കാലം മുതൽ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പൊ ചോദ്യങ്ങൾ അതുകൊണ്ട് ഇല്ലാതാവുന്നില്ല. നിങ്ങൾ വളരെ ആ ഒരു പോസിറ്റീവായ ഉദ്യമം, അതിനെ ഞാൻ വളരെ നല്ല നിലയിൽ നോക്കിക്കാണുന്നു. സാറ് പറഞ്ഞത് ഇപ്പം ദാസ സാറ് പറഞ്ഞൊരു കാര്യം വളരെ പോസിറ്റീവായ ഒരു കാര്യം, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളത്. അതെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അസഹിഷ്ണുമാകുന്ന ഒരു തലമുറയാണ് നമ്മുടെ ചുറ്റുമുള്ളത്. എങ്കിൽ പോലും നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ അത് തിരുത്താനുള്ള സംവിധാനങ്ങൾ നടപ്പാകൂ എന്നുള്ളതാണ് സാറ് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ പൊതുപ്രവർത്തനവും അതുപോലെ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മോടിപ്പം ദാസനോട് വിജയനോട് പറഞ്ഞു. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? കുടുംബത്തിന് നല്ല പിന്തുണയാണ്. കുടുംബത്തിൻ്റെ പിന്തുണ ഇല്ലെങ്കിൽ നമുക്കൊരു കാരണവശാലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കാൻ പറ്റില്ല. ഭാര്യ നന്നായി പിന്തുണക്കുന്നുണ്ട്. ഭാര്യ കണ്ണൂർ ഗവൺമെൻറ് ITIയിലെ ജീവനക്കാരിയാണ്. മക്കൾ 2 പേരാണ്. ഒരാൾ 7ാം ക്ലാസ്സിലും മറ്റേ ആൾ
5ാം ക്ലാസ്സിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരെ നല്ല പിന്തുണയുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ വീട്ടിലുള്ള ഇവർ വരുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ അവർ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിലൊന്നുമില്ല, സാധാരണക്കാരായ കുടുംബമാണ്. അപ്പോൾ അവരുടെയും വലിയ പിന്തുണ. ആദ്യമെല്ലാം ആശങ്കയുണ്ടായിരുന്നു, ഏതൊരു ആളും ഈ വിദ്യാർത്ഥി സംഘടനാ രംഗത്തെല്ലാം ഈ പ്രക്ഷോഭകാലത്തെല്ലാം വരുമ്പോൾ വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവരുടെയും പിന്തുണ, ഒരു വലിയ പിന്തുണ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു പുതു വോട്ടർമാരോട് എന്താണ് ഇപ്പോൾ ഷംസുഖക്ക് പറയാനുള്ളത്? ഇപ്പോൾ ഒരുപാട് പേര് വിദേശത്തേക്ക് പോവുകയാണ് ഓരോ പഠിത്തവും കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ പുതു വോട്ടർമാരോട് ഈ ജനാധിപത്യത്തെക്കുറിച്ച് എന്താണ് ഷംസുഖക്ക് പറയാൻ? നമ്മൾ പിന്നെ എന്തെല്ലാം പരിമിതികൾ നമ്മൾ പറഞ്ഞാലും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിനും അതിൻ്റേതായ ഗുണങ്ങളും അതിൻ്റേതായ ദോഷങ്ങളും ഉണ്ടാവും. പക്ഷേ ഇപ്പം പുതിയ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനത്തോടും അതുപോലെ തന്നെ ഈ ജനാധിപത്യ രീതികളോടെല്ലാം ഒരു താല്പര്യമില്ലായ്മ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ പുറം ലോകങ്ങളിലെല്ലാം പോയി വന്നവർ പറയുന്നത് നമ്മുടെ രീതിയിലെ ജനാധിപത്യ സമ്പ്രദായം തന്നെയാണ് ഏറ്റവും നല്ലത് എന്നാണ്. ഏതൊരാളെയും വിമർശിക്കാനുള്ള സാധ്യത, അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത. മറ്റേത് സ്ഥലത്ത് നിങ്ങൾ പോയാലും ഒരു ഭരണാധികാരിയെക്കുറിച്ച് കാരിക്കേച്ചർ തയ്യാറാക്കാനോ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു പോസ്റ്റർ തയ്യാറാക്കിയിടാനോ അല്ലെങ്കിൽ മോശമായി എന്തെങ്കിലും ഒരു വിമർശനങ്ങൾ ഉന്നയിക്കാനോ അതൊന്നും ഒരു രാജ്യത്തും ഒരു സാധ്യതയും നമ്മൾ കാണുന്ന രാജ്യങ്ങളിലുമില്ല, കാണപ്പെടാത്ത രാജ്യങ്ങളും നമുക്ക് ഇന്ത്യയെ പോലെ. അത് നമ്മുടെ ഭരണഘടനയുടെ കരുത്ത് തന്നെയാണ്. ഭരണഘടനയിലാണ് ഈ ജനാധിപത്യ സമ്പ്രദായത്തെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും അതിൻ്റെ അകത്ത് രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് മാത്രമല്ല സമ്മർദ്ദ ഗ്രൂപ്പുകളെക്കുറിച്ച് പോലും ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ട്. സമ്മർദ്ദ ഗ്രൂപ്പുകളെ എങ്ങനെയാണ് ഒരു അധികാര കേന്ദ്രം ഭരണാധികാരികൾ കൈകാര്യം ചെയ്യേണ്ടത്, ജനാധിപത്യത്തിൽ എങ്ങനെയാണ് അവരെ നോക്കിക്കാണേണ്ടത് എന്നതടക്കം ഭരണഘടനയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ കരുത്തായിട്ടാണ് ഞാനതിനെ നോക്കിക്കാണുന്നത്. വിജയ, അടുത്ത ചോദ്യം ചോദിക്കും. വിജയ, ഇപ്പോൾ ഷംസുഖ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ 25 വർഷം മുമ്പ് പരിമിതികൾക്ക് നടുവിൽ നിന്നാണ് പടിയൂരിൻ്റെ വികസനം പടിപടി തുടങ്ങുന്നത്. അത് വളരെ വലിയൊരു സന്ദേശമാണ് നമ്മുടെ തലമുറയ്ക്ക് നൽകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായ പ്രദേശം, പഴശ്ശി പദ്ധതിയോട് ചേർന്ന് കിടക്കുന്ന വളരെ മനോഹരമായ സ്ഥലം. നമുക്ക് അതിനെ വിവരിക്കാനുള്ള വാക്കുകളില്ല. ആ ഒരു സാധ്യതയെ വളരെ മനോഹരമായി പടിയൂർ പഞ്ചായത്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന ഡെവലപ്മെൻറ്റ്സ് എല്ലാം ടൂറിസത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് അല്ലേ. ഇപ്പം നമുക്ക് സാറിപ്പം പോവുകയാണ്, ബ്ലോക്കിലോട്ട് പോവുകയാണ്. പുതിയ പഞ്ചായത്ത് ഭരണസമിതികൾ വരുന്നു. സാറിൻ്റെ ഈ പ്രവർത്തനങ്ങൾ, തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ അവരെ പിന്തുടരേണ്ടതുണ്ട്. അവർക്ക് നൽകേണ്ട ഒരു സന്ദേശം കൂടി ഉണ്ടാകും. അല്ല, അത് നമ്മൾ 25 വർഷക്കാലത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ തുടർച്ച തന്നെയാണ്. ഇതിൻ്റെ അകത്ത് വേറെ ഏതെങ്കിലും ഒരു ഭരണസമിതി കൊണ്ടുവന്ന പദ്ധതികളോട് പുറംതിരിഞ്ഞ് നിൽക്കുകയോ അല്ലെങ്കിൽ അതിനെ മാറ്റി പുതിയൊന്ന് കൊണ്ടുവരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതൊരു തുടർച്ചയാണ്. ആ തുടർച്ചയുടെ ഗുണമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പം വൻകിട പദ്ധതികളെല്ലാം ചിലത് കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് സാങ്ഷൻ ആയതാണ്. അത് പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ ഒരു തുടർച്ചയിൽ മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായും അടുത്ത് വരുന്ന ഭരണസമിതിയും അത് തന്നെ ചെയ്യും. അത് മുന്നോട്ട് കൊണ്ടുപോകും. അതിന് പറ്റാവുന്ന നിലയിലുള്ള ആളുകളും അതിന് പറ്റാവുന്ന ഒരു രാഷ്ട്രീയ പിന്തുണയും എല്ലാം നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽ ഇപ്പം നിലവിലുണ്ട്. അതാണ് വേണ്ടത്. നമ്മൾ തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങൾ പകുതിയിൽ ഉപേക്ഷിക്കാതെ ആർജവത്തോടെ അത് മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ മാത്രമേ അത് ഒരു ജനതയ്ക്ക് ഉപകാരപ്രദമാകൂ എന്നുള്ളതാണ് സാറ് പറയുന്നത്. ദാസ, നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ പുതിയ പുതിയ തന്ത്രങ്ങൾ ഓരോ സ്ഥാനാർത്ഥികളും മെനയുന്നത്. പാട്ടുകളായിട്ടാണെങ്കിലും അതുപോലെ കോമഡി പാരഡി പാട്ടുകളൊക്കെ ആയിട്ടാണെങ്കിലും. അങ്ങനെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഷംസുഖയുടെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം എന്താണ്? തെരഞ്ഞെടുപ്പ് തന്ത്രം നമ്മൾ പുറത്തു പറയില്ലല്ലോ, പ്രചരണ തന്ത്രം. അപ്പം സോഷ്യൽ മീഡിയ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സാധനമാണ്. പക്ഷേ സോഷ്യൽ മീഡിയ രംഗത്ത് ഇപ്പം വലിയ റെസ്ട്രിക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അകത്ത് റീച്ചിൻ്റെ പ്രശ്നങ്ങളുണ്ട്, എത്തിപ്പെടേണ്ടുന്ന ആളുകളുണ്ട്. ഇപ്പം ഒരു വാർഡ് തെരഞ്ഞെടുപ്പിൽ ആകെയുള്ളത് 1000-1200 വോട്ടർമാരാണ്. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന റീല് അങ്ങ് തിരുവനന്തപുരത്തുള്ള ഒരാൾ കണ്ടുകൊണ്ട് വോട്ടിങ്ങിനെ അത് വലിയ സ്വാധീനം, പിന്നെ വൈറലായി, സ്ഥാനാർത്ഥി വൈറലായി എന്ന് വേണമെങ്കിൽ പറയാം. അതിലപ്പുറത്തേക്ക് നമ്മൾ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്നത് ഓരോ ആളുകളുടെ കൈകളിലുള്ള ഡിവൈസുകളിലേക്ക് അവർ കാണുന്ന സമയത്ത് ഈ സാധനങ്ങൾ, നമ്മുടെ പ്രചരണങ്ങൾ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള കാര്യങ്ങളെല്ലാം എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്യുന്നുണ്ടാവും. നമ്മൾ നമ്മുടേതായ രീതിയിലും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നവമാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത് പിന്നെ ഏത് രീതിയിലായാലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതിന് സ്ഥാനാർത്ഥികൾ എല്ലാ പ്രായപരിധിയിലുള്ള, നേരത്തെ നമ്മൾ പറയുന്നത് യുവാക്കളെ സ്വാധീനിക്കുന്ന യുവാക്കൾക്ക് മാത്രമാണ്. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും 65 വയസ്സുള്ള സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഒരു യുവ സ്ഥാനാർത്ഥിയേക്കാൾ ഈ കാര്യങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അത് വളരെ പിന്നെ പോസിറ്റീവാണ്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് പാരമ്പര്യമായ പ്രചരണ രീതികളുടെ ഒരിതും കുറയുന്നുമില്ല. നമ്മൾ കരുതുന്നത് ഇത് കൂടുതലായി വരുമ്പോൾ പാരമ്പര്യ പ്രചരണ രീതികൾ കുറയുന്നുള്ളതാണ്. പക്ഷെ അതല്ല, അത് കൂടുതൽ നന്നായി പോകുന്നുണ്ട്. എല്ലാവരും വീട് കയറുന്നുണ്ട്, വോട്ടർമാരെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നുണ്ട്, അവരിലേക്ക് സന്ദേശം എത്തിക്കുന്നുണ്ട്. നവമാധ്യമങ്ങൾ വലിയ പങ്ക് നിർവഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാധ്യമങ്ങളിൽ വളരെ ഭയങ്കരമായ ട്രോളുകൾ ഓടുന്നുണ്ട്. പഞ്ചായത്ത് അംഗങ്ങളെ കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം പുതുതായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. അതും നമ്മളത് നവമാധ്യമങ്ങളിലൂടെ പോകുമ്പോൾ കാൽപ്പാടിന്റെ അടയാളം അത് വളരെ രസകരമാണ്. പക്ഷെ നമുക്കത് ചിലയിടത്തൊക്കെ ചില സ്ഥലങ്ങളിൽ വളരെ റെയറായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇല്ല എന്ന് നമുക്ക് പല കാരണങ്ങളാണ്. ഇപ്പം എന്ന് വെച്ചാൽ 10,000-കണക്കിന് മെമ്പർമാർ കേരളത്തിൽ തന്നെയുണ്ട്. 10,000-കണക്കിന് എല്ലാവരും ഒരേ അവസ്ഥയിലല്ല. അവർ മെമ്പറായി, പിന്നെ അതിനുശേഷം അവരുടെ ഒരു അവസ്ഥ, അവരുടെ വാർഡിൻ്റെ പ്രത്യേകത, അവർ പ്രവർത്തിക്കുന്ന മേഖലയുടെ പ്രത്യേകത, അങ്ങനെ എല്ലാം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ എന്നുള്ളതല്ല. പക്ഷേ പഞ്ചായത്ത് മെമ്പർമാർ പ്രത്യേകിച്ച് ജനകീയാസൂത്രണം വന്ന് അതിൻ്റെ 25 വർഷം കഴിയുമ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും, ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ഗ്രാമത്തിലെ അനിവാര്യ ഘടകമായി മാറി. ഇനി നിങ്ങൾക്കൊരു മെമ്പറെ ഇല്ലാതെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല. കാരണം സൂര്യൻ ഒരു ദിവസം ഉദിക്കാൻ ലേശം വൈകി 6:15 എല്ലാ ദിവസവും വരുന്നത്. 6 മണി അല്ലെ 6:15 കഴിഞ്ഞിട്ടും വരുന്നില്ല. അപ്പം വിളിക്കുന്നത് പിന്നെ മെമ്പറെയാണ്. ഞാൻ അതിശോക്തി പറയുന്നതല്ല. ഒരു പിന്നെ പട്ടി അല്ലെങ്കിൽ ഒരു പിന്നെ പൂച്ച, ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർക്ക് വളരെ പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന അധികാര പിന്നെ കേന്ദ്രം എന്ന് നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല. എന്നാലും അത് ജനാധിപത്യത്തിൻ്റെ ഒരു ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു പ്രവർത്തനമാണ് മെമ്പർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മെമ്പർമാരും നല്ല നിലയിൽ, അത് ഏത് കക്ഷിയുടേതായാലും അവർക്ക് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ വെറുതെ വീട്ടിലിരുന്നാൽ പിറ്റേ ദിവസം ഈ ജനം തന്നെ തോണ്ടി വിളിക്കും, എവിടെ മെമ്പർ, എവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ജനങ്ങൾ തന്നെ ഉണർത്തിക്കൊണ്ടേ. സോഷ്യൽ മീഡിയയുടെ ഒരു പവർ. സോഷ്യൽ മീഡിയ മാത്രമല്ല, അല്ലെങ്കിലും അവർ നേരിട്ട് പോകുന്നു. സോഷ്യൽ മീഡിയ ഇല്ലാതെ മെമ്പറുടെ അടുക്കിലേക്ക് നേരിട്ട് പോകുന്നു. ഇന്ന കാര്യങ്ങളുണ്ട്, അത് നിർവഹിക്കണം. അപ്പം എല്ലാ മെമ്പർമാരും പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ട്രോളുകൾ നന്നായി വരുന്നുണ്ട്. ട്രോളുകൾ ആസ്വദിക്കുന്നവർ ആസ്വദിക്കും, അത് വേദനിക്കുന്നവർ അത്രേ ഉള്ളൂ. രസകരമായിട്ടുള്ള ട്രോളുകൾ നല്ല നല്ല കലാകാരന്മാരിൽ നിന്ന് വരുമ്പോൾ അത് ഒരു രസമാണ് നമുക്ക് കാണാൻ. ആസ്വദിക്കാനുള്ള മനസ്സുള്ളവർക്ക് അതൊരു റിലാക്സേഷനാണ്. നമുക്ക് നമുക്കും ചിരിക്കാനുള്ള ഒരു എലമെന്റ് ആണ് അത് വരുന്നത്. അത് മാത്രമേ ഉള്ളൂ. ചിരിച്ച് നമുക്ക് തള്ളാം, പക്ഷെ അങ്ങനെയാണ് എല്ലാവരും നമ്മൾ ധരിക്കുന്നത്. ഇതിനെ ചെറുതാക്കുന്നതിന് തുല്യമാണ് അത്. പിന്നെ അങ്ങനെയല്ല, എല്ലാ മെമ്പർമാരും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പല ജോലികൾ എനിക്ക് പല അത്ഭുതം തോന്നുന്നുണ്ട്. നമ്മൾ 10,000 ശമ്പളം വാങ്ങുന്ന ആളുകളാണ് അത് ലീവ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടോ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ മെമ്പർ അതല്ലെങ്കിൽ ജനപ്രതിനിധി എന്നുള്ള പ്രാദേശിക ജനപ്രതിനിധി എന്നുള്ള ഒരു റോളിലേക്ക് വരുന്നത്. അപ്പം നല്ല എഫേർട്ട് എല്ലാവരും എടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ പിന്നെ ഒരുപാട് അധികാരങ്ങൾ ജനകീയാസൂത്രണത്തിന് ശേഷം പ്രാദേശിക മെമ്പർമാർക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ, പ്രസിഡൻ്റിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 14ഓളം വാർഡ് തല സമിതികളുടെ ചെയർമാനാണ്. 14 കമ്മിറ്റികളുടെ അതിൻ്റെ ചെയർമാനാണ്. ഇതിന് പുറമെ കാലാകാലങ്ങളിൽ ഗവൺമെൻറ്റുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് രൂപീകരിക്കുന്ന കമ്മിറ്റികളുടെയും ഉത്തരവാദിത്വം ഇവരുടെ തലയിലേക്കാണ് വരുന്നത്. അവരാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു ഉത്തരവാദിത്തമല്ല. നിങ്ങൾ ഭാവിയിൽ ഈ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ ശേഷം ഒരു മെമ്പർ എന്തൊക്കെ ചെയ്യണം എന്നത് സംബന്ധിച്ച് നിങ്ങൾ അത് ടെലികാസ്റ്റ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. അല്ലല്ല, അത് നിങ്ങളൊരു പരമ്പരയാക്കിയിട്ട് തീർച്ചയായിട്ടും ചെയ്യാം. ഞങ്ങൾ എന്തായാലും ദാസനും വിജയനും ഇനി ഉടനീളം ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തെ നമ്മുടെ ഇവിടുത്തെ വികസനം കാര്യങ്ങളൊക്കെ എന്നു വെച്ചാൽ മലയോര ജനതയുടെ സ്ഥിരാകേന്ദ്രങ്ങളിലൂടെ ഞങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഷംസുക്ക, എന്താണ് നമ്മുടെ വോട്ടർമാരോട് ഇപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാനുള്ളത്? വോട്ടർമാരോട് പറയാനുള്ളത്, കഴിഞ്ഞ 5 വർഷക്കാലം പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ പിന്നെ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. പൊതുവിൽ നാട്ടിലെ ജനങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങളെപ്പോലെയുള്ള പിന്നെ പുറമെ നിന്ന് നിരീക്ഷിക്കുന്ന ആളുകളും അത് അംഗീകരിച്ചതാണ്.
വൻകിട വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഇനി വരുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും കഴിയണം, അവർക്കതിന് കഴിയും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചുള്ളത്. അതോടൊപ്പം തന്നെ പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളാണ്. അപ്പം അത് ഈ നാട്ടിലെ ജനങ്ങൾ ഈ ഭരണസമിതിക്ക് നൽകിയ വലിയ അംഗീകാരമായിട്ടാണ് നമ്മളത് കാണുന്നത്. കാരണം പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നു. വൈസ് പ്രസിഡന്റ് അപ്പുറത്തെ കല്യാട് ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഏതായാലും ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും മറ്റ് ത്രിതല സംവിധാനങ്ങളുടെയും എല്ലാം പ്രവർത്തന മേഖല വ്യത്യസ്തമാണെങ്കിലും അതിനെല്ലാം ഉപയോഗപ്പെടുത്തി നമ്മുടെ നാടിൻ്റെ സമഗ്രമായ വികസനവും ജനങ്ങളുടെ ക്ഷേമവും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. അതിന് ജനങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ അഭ്യർത്ഥന. അപ്പോൾ നമ്മോടൊപ്പം വെള്ളാനകളുടെ നാട് പരമ്പരയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ പടിയൂരിൻ്റെ സ്വന്തം ഷംസുക്കയാണ്. ഇപ്പോൾ പടിയൂർ ഡിവിഷനിൽ നിന്ന് ഇരിക്കൂർ ബ്ലോക്കിലേക്ക് ജനവിധി തേടുകയാണ്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നിങ്ങൾ വോട്ടർമാർ കൊടുത്ത ആ ഒരു സപ്പോർട്ട് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകട്ടെ എന്ന് ദാസനും വിജയനും ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു തിരക്ക് പിടിച്ച ഈ ഒരു ഇലക്ഷൻ പ്രചരണത്തിനിടയിൽ നമുക്ക് വേണ്ടി ഒരു അല്പസമയം മാറ്റിവെച്ചതിൽ ദാസനും വിജയനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.